ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോണു. ഞാനത് നാട്ടിൽ നിന്ന് എൻ്റെ അനിയനും ഫാമിലിയും അമ്മച്ചിയൊക്കെ വന്നപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ലാൽബാഗിൽ പോയി. സാധാരണ ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ വരുന്നവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണ ഒരു സ്ഥലമാണല്ലോ ലാൽബാഗ്. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് പറയപ്പെടുന്നത്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പോൾ ഞാനും അനിയൻ്റെ വൈഫും മക്കളും എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ ഗേറ്റിലാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പയ്യെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ അവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു, ലേക്ക് പോലെ. അപ്പോൾ അതിലിങ്ങനെ ഒരു ട്രേ പോലെ അവർ വിരിച്ചിട്ട് അതിനകത്ത് പ്ലാന്റ്സ് ഒക്കെ നട്ടേക്കണം കണ്ടു കേട്ടോ. ഞങ്ങൾക്ക് എന്താണെന്നത് മനസ്സിലായില്ല. അവരെന്തോ അത് ഉദ്ദേശിച്ച് ചെയ്യണതാണ്. ഒത്തിരി ട്രേ പോലെയുണ്ട്, അതിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റ്സ് നട്ടിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേക്കണം. എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും. അത് എന്താ ഏതാണെന്ന് നമുക്ക് അവിടെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളതിങ്ങനെ കണ്ടേച്ച് പിന്നെയും നടന്നു. ഒത്തിരി സ്ഥലങ്ങളുണ്ട്, പഴയ സ്പീഷ്യസ് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെയൊക്കെ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ വായിച്ചു. കുറച്ച് നേരം അതിൻ്റെ മുമ്പിലും താഴെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വ്യൂ ആട്ടോ, ഫോട്ടോസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് കാണുന്ന ഇടക്ക് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ, പച്ചമാങ്ങ, മുളകും ഉപ്പുമൊക്കെ ഇട്ട് തരും. പിന്നെ കോണ്, ചോളം, അതൊക്കെ ഇങ്ങനെ ഓരോ ജംഗ്ഷൻ വഴി ഉണ്ടാവും, സെയിലുണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ മേടിച്ച് കുറച്ചൊക്കെ കഴിച്ചു. നല്ല രസമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് അതൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടൈം പാസ്. അപ്പോൾ അങ്ങനെ പിന്നെയും ഞങ്ങൾ നടന്നു. ഒത്തിരി ഉണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത് ശരിക്കും പറഞ്ഞാൽ സീസൺ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൂക്കളൊന്നും അത്രയും കണ്ടില്ല കേട്ടോ. റോസ് ഗാർഡനൊക്കെ ഉണ്ട്, പക്ഷേ ഒരു റോസാപ്പൂ അങ്ങാണ്ട് കണ്ടോളൂ, അത്രേ കണ്ടോളൂ. ശരിക്കും പറഞ്ഞാൽ ജനുവരി, ഓഗസ്റ്റ് അതിലാണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ, പിന്നെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. അത് പ്രമാണിച്ചാണ് അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരാഴ്ച മുന്നേ ഒരാഴ്ച പിന്നെയും ചെന്ന് കഴിഞ്ഞാൽ നല്ല ഫ്ലവേഴ്സ് കാണാം കേട്ടോ. നമുക്ക് നല്ല തിരക്കായിരിക്കും, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വിസിറ്റ് ചെയ്യും ആ സമയത്ത്. അപ്പോൾ കഴിഞ്ഞ 26 പ്രമാണിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പോയായിരുന്നു. അന്ന് നല്ല ഫ്ലവേഴ്സ് ഒത്തിരി കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് ഞങ്ങൾ ഗ്ലാസ് ഹൗസ് എത്തി കേട്ടോ. ഗ്ലാസ് ഹൗസും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറ്റിയില്ല. ഉള്ളിൽ ഇതുപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ചെടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരുമ്പോഴത്തേക്കും ഫ്ലവർ ഷോ വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കുക കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫ്ലവറൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ അവിടെയൊക്കെ നടന്നു കണ്ടു. ഇപ്പോൾ അനിയൻ്റെ മക്കൾ കുറേ കാലം കൂടിയാണ്, ചെറുതിലെ വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ അന്ന് വന്നപ്പോൾ അവർക്ക് അത്രയൊന്നും ഓർമ്മയൊന്നുമില്ലല്ലോ, ചെറുത് കുട്ടികളല്ലേ. ഇപ്പോൾ ഓർമ്മയൊക്കെ വെച്ച് 9-ലായി, ഒരാൾ 6-ലായി. അപ്പോൾ അവർക്ക് സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ജൂണിൽ സ്കൂൾ തുറന്ന് ചെല്ലുമ്പോൾ പറയാമല്ലോ, ഇങ്ങനെ വലിയച്ഛൻ്റെ വീട്ടിൽ പോയി, ബാംഗ്ലൂർ പോയി, ലാൽബാഗൊക്കെ സന്ദർശിച്ചു, ഒത്തിരി കാര്യങ്ങൾ കണ്ടു എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ പിള്ളേർ അടിച്ചു പൊളിച്ചു, അതിലേക്ക് ഓടി നടന്ന് കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഔട്ടിങ്, സ്ഥലങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെട്രോയ്ക്കാണ് പോയത്. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചൂട് അങ്ങനെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങനെ വന്ന് ഒരു അറ്റത്ത് വന്നപ്പോഴത്തേക്കും ഇതുപോലെ പഴയ മരങ്ങൾ വെച്ച് ചില ശില്പികൾ ചില മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് 150 വർഷം പഴക്കമുള്ള മാംഗോ ട്രീ കൊണ്ടുണ്ടാക്കിയതാണെന്നൊക്കെ. അപ്പോൾ അത്രയും പഴകിയ മരങ്ങൾ കൊണ്ട് പല പല സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിട്ട് അതവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഉണ്ട് കേട്ടോ. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലുമായിരുന്നു. തിരക്കെന്ന് പറയാൻ അങ്ങനെ വലിയ തിരക്കില്ല. ഈ പറഞ്ഞ പോലെ സീസൺ അല്ലല്ലോ, വെക്കേഷൻ്റെ ഒരു ചെറിയ തിരക്ക് അത്രയേ ഉള്ളൂ. അത് നമ്മൾ എൻട്രൻസിലൊക്കെയാണ് കൂടുതലും, വൈകിട്ടായല്ലോ നമ്മൾ ചെന്നപ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ തിരക്കെന്ന് പറയാനില്ല. ഇനി മെയ്യിൽ എനിക്ക് തോന്നുന്നു ഇവിടെ മാംഗോ ഫെസ്റ്റൊക്കെ നടത്തും. അതായത് മാങ്ങയുടെ സീസണാണല്ലോ ഇപ്പോൾ ബാംഗ്ലൂർ. മൊത്തം മാങ്ങകളൊക്കെ, ഒത്തിരി വെറൈറ്റി മാങ്ങകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സീസണാകുമ്പോൾ ഇവിടെ മാംഗോ ഫെസ്റ്റ് നടത്തും. അപ്പോൾ അതിന് മാംഗോയുടെ അനുബന്ധിച്ചുള്ള എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാവും, ജാമ്, ജ്യൂസ്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ തന്നെ നവംബർ, ഡിസംബർ ആകുമ്പോൾ ഇതുണ്ടാവും, ഗ്രേപ്സിൻ്റെ ഫെസ്റ്റിവൽ ഉണ്ടാവും.
മുന്തിരി, പല വെറൈറ്റി മുന്തിരീസ്, മുന്തിരി കൊണ്ടുള്ള ബൈ പ്രൊഡക്റ്റ് അതൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ സെയിലൊക്കെ നടക്കും കേട്ടോ. അങ്ങനെ സെയിലുകളൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. കാരണം നല്ല സ്ഥലം, ഒത്തിരി സ്ഥലമുള്ള ഏരിയ ആണല്ലോ. കാർ പാർക്കിങ്ങിനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പം അങ്ങനെ നടന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു മല കണ്ടു. അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെ കിട്ടിയിട്ടുണ്ട്. ചുമ്മാ അവിടെ കയറി നടക്കാം അങ്ങനെ നമുക്ക്. അങ്ങനെ നടന്ന് ആളുകൾ കാഴ്ചകളൊക്കെ കാണുക കേട്ടോ. മരങ്ങളെന്ന് വെച്ചാൽ അത് വളരെ പഴക്കം ചെന്ന മരങ്ങളൊക്കെ കേട്ടോ. അത് സ്പ്രിങ് സീസൺ ആയതാണ്, ചിലതിനൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഏത് സീസണിൽ വന്നാലും അവിടെ കാണാൻ ഭംഗിയാണ്. ഇപ്പോൾ പൂക്കളില്ലെങ്കിലും മരങ്ങളുടെ ഭംഗിയും അതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. മരത്തിൻ്റെ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ പല ഷേപ്പിലിങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കണത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു, അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലാൽ ബാഗ് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഇത് മുകളിൽ കൂടി അവർ ബൊഗൈൻവില്ല ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ്. പക്ഷേ ബൊഗൈൻവില്ലയുടെ പൂക്കൾ ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതും എനിക്ക് തോന്നണു ആ സീസൺ ആകുമ്പോഴേ ഫ്ലവറിങ് ചെയ്യുള്ളൂ എന്ന് തോന്നണു. കണ്ടായി നിൽക്കണ മരമൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ശിഖരങ്ങളൊക്കെ പോയേക്കണ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് പേടിയായിട്ടോ. എന്തോ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാലും അവിടെ നിന്നിട്ടൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അതുപോലെ തന്നെ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി.